ദൈവവചനം വേഗത്തിൽ നമുക്ക് ധ്യാനിക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. നിങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവിൻ്റെ വചനത്തിനായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്യുക. ദൈവവചനം നമ്മുടെ ജീവിതത്തിനകത്ത് ഇന്ന് രാത്രി അത്ഭുതങ്ങളെ ചെയ്യാൻ, വിടുതലുകൾ അയക്കാൻ, രൂപാന്തരം വരുത്താൻ, നമ്മൾ ആരെന്ന് തിരിച്ചറിയിക്കാൻ, നമ്മുടെ സ്വത്വം എന്തെന്നറിയാൻ, വാട്ട് വി ആർ, നമ്മൾ എന്താണ്, വാട്ട് ഐ ആം, ഞാൻ എന്താണെന്ന് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്ന വചനം ഈ രാത്രി നമ്മുടെ മധ്യേ വെളിപ്പെടേണ്ടവന് നമ്മുടെ ഹൃദയങ്ങളെ തന്നെ പൂർണ്ണമായി താഴ്ത്തി കൊടുക്കാം. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. താങ്ക് യു ലോർഡ്. ആമേൻ. താങ്ക് യു ലോർഡ്. ആമേൻ. താങ്ക് യു ലോർഡ്. ആമേൻ. താങ്ക് യു ജീസസ്. വചനമെന്നാത്മാവിൻ ദാഹം തീർക്കാൻ അരുളുക ദാസരിൽ വരമധികം. വചനമെന്നാത്മാവിൻ ദാഹം തീർപ്പാൻ അരുളുക ദാസരിൽ വരമധികം. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. പകരുക ആത്മാവിൻ തിരുശക്തിയാൽ നിറയുവാൻ നിൻ ജനങ്ങൾ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളി. യെസ്, പുത്രന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ഉത്തരം തരുമെന്നരുളിയോനേ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തങ്ങൾ എൻ പേർക്കു നീ തന്നുവല്ലോ. നീക്കം വരാത്ത നിൻ വാഗ്ദത്തമെൻ പേർക്കു നീ തന്നുവല്ലോ. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. കേൾക്കണേ എൻ പ്രാർത്ഥന, നൽകണേ എൻ യാചന. ലോർഡ് പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ഈ രാത്രി ഞങ്ങളുടെ വചനത്തെ സ്വീകരിപ്പാൻ തക്ക വിധത്തിൽ പാകപ്പെടുത്തിയ നിലങ്ങളായി പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രി ഞങ്ങളെ ഒരുക്കിയെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ഓരോരുത്തരെയും, ഇതിനകത്തുള്ളവരെയും കർത്താവേ, ഓൺലൈനിലൂടെ യൂട്യൂബിലൂടെ വിദൂര സ്ഥലങ്ങളിലിരുന്ന് വചനം കേൾക്കുന്നവരെയും യേശു കർത്താവിൻ്റെ നാമം പറഞ്ഞ് ഞാൻ അനുഗ്രഹിക്കുകയാണ്. അവരുടെ ഹൃദയം വചനത്തിനായി തുറക്കപ്പെടട്ടെ. അവരുടെ ഉള്ളിലുള്ള ദൈവവചനത്തിൻ്റെ ഉറപ്പിനെ സംബന്ധിച്ച് ഇന്ന് രാത്രി അവർ ഒരു പുതിയ അനുഭവത്തിലേക്ക്, മഹത്വത്തിൻ്റെ ഒരു അടുത്ത തലത്തിലേക്ക് അവർ സഞ്ചരിക്കേണ്ടവന് പരിശുദ്ധാത്മാവ് അവരെ സഹായിക്കണമേ. കർത്താവ് അവർക്ക് നൽകിയിരിക്കുന്ന പുത്രത്വമെന്ന പദവിയിലേക്ക്, പുത്രത്വമെന്ന അധികാരത്തിലേക്ക്, പുത്രത്വമെന്ന തേജസ്സിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നോക്കി അതിൻ്റെ മഹത്വം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് തല ഉയർത്തി നടക്കുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി എൻ്റെ ജനത്തെ ഉപയോഗിക്കണമേ, ശക്തീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനമയച്ച് ജനത്തെ സൗഖ്യമാക്കണം. വചനമയച്ചവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിക്കണം. വചനമയച്ചവരുടെ അവസ്ഥകൾക്ക് ഇന്ന് രാത്രി മാറ്റം ഉണ്ടാക്കണം. തിരുവചനത്തിലായി ഞങ്ങളെ സമർപ്പിക്കുന്നു. വചനങ്ങളെ ബലപ്പെടുത്തണമേ. വചനം മാത്രം പറയുവാൻ ദൈവം കൃപ നൽകണം. കിഴവിക്കഥകളോ കെട്ടുകഥകളോ പറഞ്ഞ് ജനത്തെ വശീകരിക്കുവാനല്ലപ്പാ, തിരുവഴുത്തിനെ മാത്രം സംസാരിച്ചുകൊണ്ട്
അങ്ങേക്ക് പ്രയോജനമുള്ള അഭിഷിക്തനായി ശുശ്രൂഷകനായി നിൽപ്പാൻ എളിയവനെ താഴ്ത്തി സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ പിതാവേ. കരങ്ങളെ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 29-30 വേദഭാഗങ്ങൾ നമുക്ക് ചിന്തിക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 29-30 വേദഭാഗങ്ങൾ. മലയാളം ബൈബിൾ കയ്യിലുള്ളവർക്ക് ആരെങ്കിലും വായിക്കാം. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടവന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഇവിടെ ജനലിലൊരു കുഞ്ഞ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ രക്ഷകർത്താക്കൾ ആരെങ്കിലും പുറത്തുണ്ടോ? യെസ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടവന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. പ്രൈസ് ഗാഡ്. മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചിരിക്കുന്നു. അടുത്ത് പറയുകയാണ്, മുൻ നിയമിച്ചവരെ ആ നിയമനം കൊണ്ട് നിർത്താതെ മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. ഈ ഭൂമിയിൽ നമുക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു തേജസ്കരണത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. നിങ്ങൾ പാപികളാണ്, നിങ്ങൾ ദോഷികളാണ്, നിങ്ങൾ രക്ഷപ്പെടത്തില്ല, നിങ്ങൾ ഗുണം പിടിക്കത്തില്ല എന്നൊന്നും പറയാനല്ല ഇന്ന് രാത്രി ഞാൻ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്ന വലിയൊരു തേജസ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. മുഖപക്ഷം ഇല്ലാത്തവനാണ് നമ്മുടെ ദൈവം. യഹൂദനെന്നോ യവനനെന്നോ ആരെന്നും ഒരു മുഖപക്ഷവും ഇല്ലാതെ സകലർക്കും വേണ്ടി ആ തേജസ്സിനെ സ്വർഗീയ പിതാവ് സൗജന്യമായി നമുക്ക് നൽകി. പ്രൈസ് ഗാഡ്, ആമേൻ. നമ്മൾ വായിച്ച ഈ വേദഭാഗത്തിൽ ഒന്ന് നിങ്ങൾ അല്പനേരം ഒന്ന് കോൺസെൻട്രേറ്റ്. എനിക്കറിയാം, നമുക്ക് സാധാരണയായിട്ട് ഈ ബൈബിൾ തിയോളജിയൻസൊക്കെ പറയുന്നത്, പ്രസംഗം പഠിപ്പിക്കുമ്പോൾ പറയുന്നത് ആദ്യത്തെ 20 മിനിറ്റ് മാത്രമേ ജനം എന്ത് ചെയ്യത്തുള്ളൂ, ശ്രദ്ധിക്കത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ നമ്മളൊക്കെ എണീറ്റ് കഴിഞ്ഞാൽ 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ പ്രസംഗിച്ചിട്ട് എന്ത് ചെയ്യത്തുള്ളൂ, ഇരിക്കത്തുള്ളൂ. ഇതിൽ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്, എത്ര പേര് ഗ്രഹിക്കുന്നുണ്ടെന്ന് പോലും നമ്മൾ അന്വേഷിക്കാറില്ല. എങ്കിലും ഞാൻ കൃപയിൽ ആശ്രയിക്കുന്നു. മേ ബി ഒരു 1 അവർ കൊണ്ട് കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന് മുൻപേ എത്രയും ചുരുക്കമായിട്ട് സംക്ഷിപ്തമായിട്ട് ആ കാര്യം നിങ്ങൾക്ക് വരച്ച് കാണിക്കാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർ ലേഖനത്തെ 3-ാം അധ്യായത്തിൽ എഴുതുമ്പോൾ, ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ മുമ്പിൽ വരച്ച് കിട്ടിയിരിക്കെ നിങ്ങളെ ശുദ്രം ചെയ്ത് മയക്കിയത് ആര്? ഗലാത്യ സഭയ്ക്ക് അപ്പോസ്തലനായ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ നന്നായി, അതിൻ്റെ ബെനഫിറ്റ്സ് എന്താണ്, അതെന്തുകൊണ്ട് സംഭവിച്ചു, യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിലൂടെ നിങ്ങൾക്കെന്ത് സംഭവിച്ചു, ഇതെല്ലാം വ്യക്തമായിട്ട് ഗലാത്യ സഭയ്ക്ക് എന്ത് ചെയ്തു? കർത്താവിൻ്റെ അഭിഷിക്തൻ വിശദീകരിച്ചു കൊടുത്തു, വരച്ച് കിട്ടി. അതാണ് വ്യക്തമായിട്ട് പിക്ചറൈസ് ചെയ്ത് കൊടുത്തു. പക്ഷെ എന്നിട്ടും അവർ ക്രൂശിൻ്റെ വചനത്തിൽ നിന്ന് എന്ത് ചെയ്തു? വ്യതിചലിച്ചു പോയി. ക്രൂശിനെ വിട്ടിട്ട് പഴയ ന്യായപ്രമാണത്തിലേക്ക് അവരെന്ത് ചെയ്യാൻ തുടങ്ങി? തിരിഞ്ഞു നോക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ ചോദിച്ചത്. പലപ്പോഴും നമ്മൾ ആരാണെന്ന്, ദൈവവൈദ്യങ്ങൾക്ക് നമുക്കുള്ള തേജസ് എന്താണെന്ന് അറിയാത്ത ഒരു കൂട്ടം ആളുകളുടെ ഇടയിലാണ് നമ്മളിന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ശുശ്രൂഷകന്മാരും അതിനെ ഫോക്കസ് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. അവർക്ക് ആവശ്യം, അവർക്ക് സന്തോഷം ഉണ്ടാകുന്നത് ജനം കൈയടിക്കുമ്പോഴാണ്. യെസ്, ഒരു പ്രീച്ചറിനെ പ്രോത്സാഹിപ്പിക്കലാണ് ജനത്തിൻ്റെ കൈയടി. പക്ഷേ കൈയടി അല്ല നമ്മുടെ ലക്ഷ്യമാകേണ്ടത്. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്. കർത്താവിൻ്റെ അഭിഷിക്തൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്തരികമായ രൂപാന്തരമായിരിക്കണം വിശ്വാസികളുടെയും ശുശ്രൂഷകന്മാരുടെയും ലക്ഷ്യം.
ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്തും ആന്തരിക ജീവിതത്തിനകത്തും ഒരു യഥാർത്ഥ എഴുന്നേൽപ്പിനെ കൊണ്ടുവരട്ടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. ഒരു പ്രാവശ്യം കൂടെ വായിക്കേണ്ട, അമേൻ, ശ്രദ്ധിച്ചാൽ മതി. ഫോർ ഹൂം ഹി ഫോർന്യൂ, അവൻ മുന്നറിഞ്ഞവരെ, ഹി ആൾസോ പ്രീഡെസ്റ്റൈൻഡ് ടു ബി കൺഫോംഡ് ടു ദ ഇമേജ് ഓഫ് ഹിസ് സൺ, അവൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് കൺഫോം ആകുവാൻ, അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. പ്രീഡെസ്റ്റൈൻഡ്, മുൻ നിയമിച്ചു. ഹി മൈറ്റ് ബി ദ ഫസ്റ്റ് ബോൺ അമംഗ് മെനി ബ്രദറൻ. ആ നിയമനത്തിനകത്ത് കർത്താവിന്, ദൈവത്തിന്, പിതാവിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രൻ ഇവരുടെ ആദ്യജാതനായി മാറണം. ഹല്ലേലൂയ. ഏകജാതനായ പുത്രൻ എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? യെസ്. എവിടെ നിങ്ങൾ കേട്ടിട്ടുള്ളത്? യോഹന്നാൻ 3:16 നമുക്ക് കാണാപ്പാഠമാണ്. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടവന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സോ God so loved this world. ദൈവം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. എന്തിനാ സ്നേഹിച്ചത്? തൻ്റെ ഏകജാതനായ പുത്രനെ കൊടുപ്പാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. എങ്ങനെയുള്ള പുത്രനെ? ഏകജാതനായ പുത്രനെ. ആ വാക്ക് നിങ്ങൾ മറക്കരുത്, അതൊരു പോയിന്റാണ്. ഏകജാതനായ പുത്രൻ. ഇംഗ്ലീഷ് അവനെ ഒൺലി ബിഗോട്ടൺ സൺ. ഗ്രീക്കിൽ അവനെ മോണോജെനിസ് എന്നാണ് പറയുന്നത്. മോണോജെനിസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഈ മകനെ പോലെ വേറെ ആരും ജനിച്ചിട്ടില്ലെന്നാണ്. ആമേൻ. ഈ ഏകജാതൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ മകൻ. നമ്മൾ പറയല്ലേ, ആണും പെണ്ണുമായിട്ട് എനിക്ക് ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഒറ്റ കുഞ്ഞേ ഉള്ളെങ്കിൽ ആ അപ്പൻ്റെ സമ്പത്തിൻ്റെ മുഴുവൻ അവകാശവും ഈ ഏക സന്തതിക്കാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പം യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പിതാവായ ദൈവത്തിൻ്റെ ഏകജാതനായവനായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. അപ്പം ഏകജാതനായി ഈ ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട്, അതേ തേജസ്സോട്, ആമേൻ, നമ്മൾ ഓരോരുത്തരും, അവനെ വിശ്വസിക്കുന്ന സകലരും അതേ തേജസ്സുള്ളവരായി തീരണമെന്ന് പിതാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമായിരുന്നു. ആമേൻ. കുഞ്ഞുങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഏകജാതനെ, ഒറ്റ മകനായ ക്രിസ്തുവിനെ അവൻ ലോകത്തിലേക്ക് അയച്ചിട്ട് അവനിൽ വിശ്വസിക്കുന്ന സകലർക്കും ഇവൻ ആദ്യ മൂത്ത സഹോദരനായി മാറണം. അതവിടെ വായിച്ചത്. ആദ്യജാതനായി തീരേണ്ടവന് ദൈവം എന്ത് ചെയ്തു? അവരെ മുൻ നിയമിച്ചു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. സോ ഏകജാതൻ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് ഏകജാതൻ, ദ മോണോജെനിസ്. റോമർ 8:29 പറഞ്ഞ ഏകജാതനോട്, അവൻ്റെ സ്വരൂപത്തോട് നാം അനുരൂപരായി തീരുമ്പോൾ യേശു ആദ്യജാതനായി മാറും. ഹല്ലേലൂയ. സോ ഏകജാതനിൽ നിന്ന് ആദ്യജാതനിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല. ആർക്ക്? ക്രിസ്തുവിന്. ആമേൻ. ആദ്യജാതനെ ലോകത്തിലേക്ക്, എബ്രായ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ ആദ്യജാതനായ ക്രിസ്തുവിനെ ലോകത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ ആരാധിക്കണമെന്ന് ദൈവം കൽപ്പിച്ചു. ഹല്ലേലൂയ. അപ്പം യേശുക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ നമുക്കറിയാം, സ്വർഗത്തിലെ ദൂതന്മാർ വന്ന് ഇടയന്മാർക്ക് സന്ദേശം കൈമാറുന്നു. ആ പശുത്തൊഴുത്തിൽ യേശുവിനെ കിടത്തപ്പെട്ട സ്ഥലത്ത് ദൂതന്മാർ വന്ന് പ്രത്യക്ഷരെ എന്ത് ചെയ്യാൻ തുടങ്ങിയവർ? ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. ആരുടെ ജനനത്തിങ്കൽ? ഏകജാതന്റെ ജനനത്തിങ്കൽ ദൂതന്മാർ വന്ന് ദൈവത്തെ ആരാധിക്കുകയാണ്. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. യോഹന്നാൻ 1:12 വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ്റെ മക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഭവനവുമായിട്ട് ഒരു ബന്ധവുമില്ലാതിരുന്ന നമ്മെ, പഴയ നിയമത്തിൽ ദൈവഭവനം എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ കുടുംബമാണ്. ശരിയല്ലേ? അതാണ് ദൈവഭവനം. ബാക്കിയുള്ളതൊന്നും ദൈവഭവനമല്ല. പ്രൈസ് ഗാഡ്. അപ്പം ദൈവഭവനവുമായിട്ട് അബ്രഹാമിൻ്റെ ജഡീക സന്തതികൾക്കല്ലാതെ വേറെ ആർക്കും ഒരു ബന്ധവും ഇല്ലായിരുന്നു. എന്നാൽ ആ ദൈവഭവനവുമായിട്ട് ബന്ധമില്ലാതിരുന്ന നമ്മൾ ഒരു സുപ്രഭാതത്തിൽ സുവിശേഷം കേട്ട് യേശുവിനെ വിശ്വസിച്ചപ്പോൾ നമ്മൾ ആരായി മാറി? ദൈവത്തിൻ്റെ മക്കളായി മാറി. കരമരിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. പെട്ടെന്നൊരു ദിവസം ഞാൻ ദൈവത്തിൻ്റെ മകനായി മാറി. പെട്ടെന്നൊരു ദിവസം ഞാൻ ദൈവത്തിൻ്റെ പുത്രനായി മാറി. ഇറ്റ്സ് സോ വണ്ടർഫുൾ. അത് ഭയങ്കര അത്ഭുതകരമായ കാര്യമാണ്. പ്രൈസ് ഗാഡ്.
കാരണം ആ ജനനത്തെക്കുറിച്ച് അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ രക്തത്താലല്ല, അവർ രക്തത്തിൽ നിന്നല്ല ജനിച്ചത്, പുരുഷൻ്റെ ഇഷ്ടത്തിൽ നിന്നുമല്ല ജനിച്ചത്, പിന്നെ ദൈവത്തിൽ നിന്നുമാണ് ജനിച്ചത്. ആമേൻ. സോ നിങ്ങൾ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ നിങ്ങൾക്ക് ലഭിച്ച പുത്രത്വം ദൈവത്തിൻ്റെ പുത്രത്വമാണ്. എന്ന് വെച്ചാൽ ദൈവപുത്രന്മാരായി ദൈവം നിങ്ങൾ എന്ത് ചെയ്തു? സ്വീകരിച്ചു. വിശ്വസിച്ചതേ ഉള്ളൂ. ഹലോ, വേറെ ഒരാനക്കാര്യവും നമ്മൾ ചെയ്തില്ല. നമ്മൾ എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല. യേശു ക്രിസ്തുവിനെ വിശ്വസിക്കാൻ പറഞ്ഞു, നമ്മൾ വിശ്വസിച്ചു. ഹൗ പ്രൈസ്! എത്ര ഈസിയാണ്. ദൈവമക്കളാകാൻ ദൈവം നമുക്ക് അധികാരം തന്നത് യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താലാണ്. സോ ക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ നാം ദൈവമക്കളായി തീർന്നു. ആമേൻ. അപ്പോൾ ആ ദൈവമക്കളായി തീർന്നവർക്ക് വേണ്ടി ആ ഏകജാതനായ ദൈവത്തെ, പുത്രനെ ലോകത്തിൽ നൽകുമെന്നത് ആമേൻ പ്രവാചകന്മാർ പ്രവചിച്ച ഒരു പ്രവചനമായിരുന്നു. ഏകജാതനെ ലോകത്തിലേക്ക് ദൈവം നൽകുവാൻ തീരുമാനിച്ചത് യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ വാസ്തവത്തിൽ അതൊരു പ്രോഫസിയുടെ ഫുൾഫിൽമെൻ്റ് ആയിരുന്നു, ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു. ആ പ്രവചനം വേറൊന്നുമല്ല. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. വായിച്ചില്ലേ? നമുക്ക് കാണാതെ അറിയാം. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. എല്ലാവരും പറഞ്ഞ്, എന്നോട് ചേർന്ന് പറഞ്ഞ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു. അടുത്തെന്താ വാക്യം? നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആമേൻ. ശിശു ജനിച്ചു, മകൻ നൽകപ്പെട്ടു. എന്താ ശിശുവിനെ നൽകപ്പെടാത്ത? മകൻ ജനിച്ചിട്ട് ശിശുവിനെ എന്താ നൽകപ്പെടാത്ത? പ്രൈസ് ഗാഡ്. അതാണ് വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. അവിടെ ശിശു എന്ന് എഴുതുമ്പോൾ മലയാള പുസ്തകത്തിൽ നമ്മളെല്ലാം മക്കളെന്ന് കരുതും. പക്ഷേ ശിശു എന്ന വാക്കിന് എബ്രായ വേർഡ് യലദ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സന്തതി, ആ ഒന്നിൽ നിന്ന് ജനിക്കുന്ന ഒരു ശിശു. എന്നാൽ പുത്രൻ എന്ന വാർഡിന്, മകൻ എന്ന വാക്കിന് ബെൻ എന്ന വേർഡാണ് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആമേൻ. ശിശു എന്ന് പറഞ്ഞാൽ അവൻ അവകാശിയാണെങ്കിലും അവനെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഗലാത്യർ 4:1 ഓർക്കുന്നുണ്ടോ നിങ്ങൾ? ശിശു ആയിരിക്കുന്നവൻ, ആമേൻ, അവകാശി സർവ്വത്തിനും യജമാനെങ്കിലും ശിശു ആയിരിക്കുന്നിടത്തോളം കാലം അവൻ ദാസനേക്കാൾ ഒട്ടും ശ്രേഷ്ഠനല്ല. അപ്പം ശിശു ആയതുകൊണ്ട് ഇവൻ എന്ത് കിട്ടത്തില്ല? അവകാശം കിട്ടത്തില്ല. അവകാശി എന്നുള്ള പേരേ ഉള്ളൂ. ആമേൻ പറഞ്ഞോട്ടെ. പല വിശ്വാസികളും അങ്ങനെ, അവകാശി എന്ന പേരുണ്ട്, അവകാശമൊന്നുമില്ല. കാരണം എന്നാണെന്നറിയാമോ? ആ ചൈൽഡ്ഹുഡിൽ നിന്ന് ഇതുവരെയ്ക്കും എന്ത് ചെയ്തിട്ടില്ല? അവകാശം പ്രാപിക്കുന്ന പുത്രത്വത്തിലേക്ക് അവരെന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? വളരാൻ കഴിഞ്ഞിട്ടില്ല. ആമേൻ. ഹല്ലേലൂയ. ഈ നമ്മുടെ നാട്ടിൽ നമ്മൾ കുഞ്ഞുങ്ങളെ 4 സ്റ്റെപ്പാണ് അവരുടെ വളർച്ചയ്ക്ക്, അല്ല ഒരു മനുഷ്യൻ്റെ വളർച്ചയ്ക്ക്. ശിശുവായിട്ട് അവൻ ജനിക്കുന്നു, അടുത്തവൻ ബാലനാകുന്നു, പിന്നെ കൗമാരക്കാരനാകുന്നു, പിന്നെ യൗവനക്കാരനാകുന്നു, പിന്നെ മുതിർന്ന, നമ്മൾ പറയും കിളവനാണെന്ന്, അല്ല ശരിക്കും പറഞ്ഞാൽ അത് പ്രായപൂർത്തി എന്നുള്ള അനുഭവത്തിലാണെന്ന് പറയുന്നത്. ഒരു പൂർണ്ണ വളർച്ചയെത്തിയ ഒരു മകനായി മാറുകയാണ്. പൂർണ്ണ വളർച്ചയെത്തിയ മകനായി മാറുമ്പോൾ അപ്പൻ്റെ അവകാശങ്ങളെയും അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിനെയും മകൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്ന പ്രായമാണ്. ഹല്ലേലൂയ. നമ്മുടെ പാസ്റ്ററൽ ലാംഗ്വേജിൽ പറഞ്ഞ് അപ്പൻ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷ കൈമാറി ഏറ്റെടുക്കാനുള്ള പ്രായം. എത്ര ഒരു സന്തോഷമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോഴേ, എൻ്റെ അപ്പനും ഒരു പാസ്റ്ററാണ്, അദ്ദേഹം ഇപ്പോൾ കർത്താവിൽ നിദ്ര പ്രാപിച്ചു 2014. അപ്പം ഞങ്ങൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴും ഞങ്ങൾക്ക് പാസ്റ്ററുടെ മക്കളെന്നൊരു സെറ്റപ്പൊക്കെ ഉണ്ടല്ലേ. പാസ്റ്ററുടെ മക്കളാണെന്നൊരു സന്തോഷവും ഒരു ജനത്തിൻ്റെ ഇടയിൽ ഒരു റെസ്പെക്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഒരിക്കലും പാസ്റ്റർ മകനായതുകൊണ്ട് എനിക്കിവിടെ കയറി ശുശ്രൂഷിക്കാനോ അപ്പൻ്റെ ശുശ്രൂഷയുടെ പിന്തുടർച്ചക്കാരനാകാനോ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. അപ്പൻ്റെ ശുശ്രൂഷയുടെ പിന്തുടർച്ചക്കാരനാകണമെങ്കിൽ ഞാൻ ആ അപ്പൻ്റെ അതേ ആമേൻ ഗൗരവത്തിൽ അപ്പൻ്റെ അവകാശങ്ങളെ പ്രാപിച്ചെടുക്കാൻ, അപ്പൻ്റെ ശുശ്രൂഷയെ കൈമാറി സ്വീകരിക്കാൻ തക്കവിധ മാനസികമായ, ശാരീരികമായ, ആത്മീകമായ വളർച്ച പ്രാപിച്ചെങ്കിലേ ശുശ്രൂഷയുടെ കൈമാറ്റം സംഭവിക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഒരപ്പൻ തൻ്റെ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു പ്രായമാകുമ്പോൾ അപ്പന് മനസ്സിലാകും തൻ്റെ മകൻ്റെ മേൽ ബിസിനസ് കൈമാറിയാൽ അപ്പനേക്കാൾ നന്നായിട്ട് ആ ബിസിനസ് കൊണ്ടുപോകാൻ അവന് പ്രാപ്തിയുണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ അപ്പൻ മകനെ ആ ബിസിനസ്സിൻ്റെ അവകാശങ്ങളും അതിൻ്റെ ഉത്തരവാദിത്തങ്ങളും അവൻ്റെ തോളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. സോ പുത്രനാവുക എന്ന് പറഞ്ഞാൽ വെറുതെ വളരുക എന്നുള്ളതല്ല അർത്ഥം, നുകം ചുമക്കാൻ പ്രാപ്തനാവുക എന്നതാണ് ഒരർത്ഥം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പം ശിശുവാണ്, അപ്പനിൽ നിന്ന് ജനിച്ചു എന്നതുകൊണ്ട് നിനക്ക് അവകാശം ലഭിക്കണമെന്നില്ല. നുകം തോളിൽ ചുമക്കാൻ എന്ന് വെച്ചാൽ
ഉത്തരവാദിത്തം. അവൻ്റെ മേൽ അവൻ അപ്പൻ വെച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെ ചുമക്കാനുള്ള പ്രാപ്തി ആയി എന്ന് കാണുമ്പോഴാണ് അപ്പൻ അവനെ ആ ഉത്തരവാദിത്തം ഭരമേൽപ്പിക്കുന്നത്. അപ്പം മകൻ, അവിടെ ശിശു ജനിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ്റെ മേൽ ആധിപത്യം വെക്കാൻ പറ്റത്തില്ല. കാരണം നെക്സ്റ്റ് വേർഡ് എന്താ പറയുന്നത്? ആധിപത്യം അവൻ്റെ തോളിലിരിക്കും എന്ന് വെച്ചാൽ അധികാരം അവൻ അടുത്ത് നടത്തും. ആധിപത്യം അവൻ്റെ തോളിൽ വരണമെങ്കിൽ അവൻ മകനായി തീരണം. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇവിടെ മകൻ എന്ന വേർഡിന് ബെൻ എന്ന എബ്രായ പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിന് ഇംഗ്ലീഷ് മീനിങ് ദ ബിൽഡർ ഓഫ് ഹൗസ് നെയിം, കുടുംബ പേര് നിലനിർത്തുന്നവനെന്ന. ആമേൻ. കുറച്ചുകൂടെ പറഞ്ഞാൽ അപ്പൻ്റെ കുടുംബത്തിൻ്റെ പേര് നിലനിർത്താൻ കെൽപ്പുള്ളവൻ. ഓ, ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ഭവനത്തിൻ്റെ അവകാശികളാണ് ഞാനും നിങ്ങളും. നമ്മൾ പുത്രന്മാരായി വെളിപ്പെടുമ്പോൾ, പുത്രന്മാരായി വെളിപ്പെടണമെന്നാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. ആ ആദ്യജാതൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ അടുത്ത് ദൈവഭവനം പണിയുന്നവരായി മാറണം. നിങ്ങളാണ് ദൈവഭവനത്തിൻ്റെ ഗൃഹവിചാരകന്മാർ. നിങ്ങൾ ദൈവഭവനത്തിൻ്റെ പണിക്കാരായി മാറണം. ആ നിലയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വളരണം. യു മസ്റ്റ് ഗ്രോ. ആ പുത്രനായിട്ട് ഹൗസ് ബിൽഡർ ഓഫ് ദ ഫാമിലി നെയിം, കുടുംബ പേര് നിലനിർത്തുന്നവനാകണം. ചില മക്കളുണ്ട് കുടുംബത്തിനുള്ള പേരും കൂടെ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തുന്ന മക്കളും ലോകത്തുണ്ട്. പക്ഷേ കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താ? ക്രിസ്തുവിനെ ആദ്യജാതനാക്കി നിർത്തിയിട്ട് അവനെ നോക്കിക്കൊണ്ട് പിതാവിനെ വിശ്വസിക്കുന്ന സകലരും അവനെപ്പോലെ ആദ്യജാതൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിട്ട് അവൻ ദൈവഭവനത്തെ പണിയുവാൻ മൂത്ത ജ്യേഷ്ഠ സഹോദരനായി ഈ ലോകത്ത് നിന്നതുപോലെ ഞാനും നിങ്ങളും നമുക്ക് തന്നിരിക്കുന്ന സ്പേസിനകത്ത്, നമ്മളെ ദൈവം നിർത്തിയിരിക്കുന്ന സ്പേസിനകത്ത് ദൈവഭവനത്തെ പണിയുന്ന പണിക്കാരായി മാറണമെന്നതാണ് പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. That is the promise. അതാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പ്രവചിച്ചത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. കുടുംബം പണിയാൻ ഒരുത്തനെ നമുക്ക് കിട്ടിയെന്നാണ് അതിൻ്റെ അർത്ഥം. സ്വർഗസ്ഥനായ പിതാവ് പറയുകയാണ് യെശയ്യാ പ്രവാചകനിലൂടെ, അതും അന്ന് ഇസ്രായേൽ ജനം വളരെ അരിശിതാവസ്ഥയിൽ കൂടെ, പിന്മാറ്റാവസ്ഥയിൽ കൂടെ, അടുത്തെന്ത് സംഭവിക്കുമെന്ന് അറിയാതെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ 7-ാം അധ്യായത്തിൽ 14-ാം വാക്യത്തിൽ കർത്താവിൻ്റെ ദാസൻ പ്രവചിക്കുകയാണ്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. അവൻ്റെ ജനനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്: നമുക്കൊരു ശിശു ജനിച്ചു, ഒരു മകൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. എവിടെയാണ് ആ മകൻ നൽകപ്പെട്ടത്? ക്രൂശിലാണ് ആ മകൻ നൽകപ്പെട്ടത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ യേശു തികച്ചും മകനായി തീർന്നത് ക്രൂശിലെത്തുമ്പോഴാണ്. ആദ്യജാതനായി മാറിയത് ക്രൂശിലെത്തുമ്പോഴാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം നിങ്ങൾ പരിശോധിച്ചാൽ മനോഹരമായിട്ട് എബ്രായ ലേഖനകർത്താവ് വാക്യത്തെ അവിടെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എബ്രായർ 2:10, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ, ആ വാക്കുകൾ ശ്രദ്ധിച്ച്, അനേകം പുത്രന്മാരെ എന്ന് വെച്ചാൽ നമ്മളടക്കമുള്ള സകല പേരെയും അവൻ തേജസ്സിലേക്ക് നമ്മളെ എങ്ങോട്ടാ കർത്താവ് നടത്തുന്നേ? തേജസ്സിലേക്ക് നടത്തുകയാ. ഏത് തേജസ്സിലേക്ക്? ആദ്യജാതന്റെ തേജസ്സിലേക്ക്, ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക്. ആമേൻ. ഒന്ന് കരമുയർത്തി പറ, ക്രിസ്തുവിന്റെ തേജസ്സിലേക്ക്. ആമേൻ. നമ്മളിന്നും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക. എങ്ങോട്ട്? ആദ്യജാതനായ യേശുക്രിസ്തുവിന്റെ അതേ തേജസ്സോട് അനുരൂപരാകുന്നൊരു യാത്രയിലാണ് ആന്റിമാരെ നിങ്ങൾ. നമ്മുടെ വിശ്വാസയാത്ര വെറുതെ കൈയടിച്ചും അന്യഭാഷ പറഞ്ഞും കുറെ നന്മ പ്രാപിച്ചും സ്വപ്നം കണ്ടും പ്രവചിച്ചും തീർക്കാനുള്ളതല്ല. നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇഷ്ടമെന്താ? ക്രിസ്തുവിൻ്റെ അതേ പ്രതിമയായി നിങ്ങൾ രൂപാന്തരപ്പെടുന്ന ഒരു ദിവസം സൃഷ്ടി കാത്തിരിക്കുകയാണ്. ലോകം അത് കാണാൻ ആഗ്രഹിക്കുകയാ. ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി ലോകം കാത്തിരിക്കുകയാ. നിങ്ങളിലുള്ള ക്രിസ്തു പ്രത്യക്ഷനാകാൻ ലോകം കാത്തിരിക്കുകയാ. നിങ്ങളുടെ സാഹചര്യങ്ങൾ, നിങ്ങളുടെ അറ്റ്മോസ്ഫിയർ നോക്കുന്ന എന്തെന്നറിയാമോ? നിങ്ങളിലൊരു ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്നത്. ഇതേ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 19-ാം വാക്യം ഒന്ന് വായിച്ച. റോമർ 8:19. 8:19. സൃഷ്ടി
ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതിന് ഒരു ബൈബിൾ, എനിക്കൊന്ന് മെസ്സേജ് ബൈബിളിലാണെന്ന് തോന്നുന്നു, മിറർ ബൈബിളിൽ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഈ പെരുവിരലിലൂന്നി എത്തി നോക്കുന്നു എന്ന അർത്ഥത്തിൽ അവിടെ എഴുതിയിരിക്കുന്നത്. നമുക്ക് ഈ പണ്ട് നമ്മൾ ഈ അപ്പുറത്തെ സ്ഥലത്ത് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുവാണെങ്കിൽ, ഒരു പരിപാടി, ഒരു സംഭവം നടക്കുവാണെങ്കിൽ, നമ്മൾ ഇപ്പുറത്താണെങ്കിൽ മതിലിൻ്റെ അടുത്തുകൂടെ നമ്മൾ എങ്ങനെയായിരിക്കും നോക്കുന്നത്? നമുക്ക് മതിലിൻ്റെ അത്രയും പൊക്കമില്ല. അപ്പോൾ നമ്മൾ എങ്ങനെ നോക്കും? മതിലിൽ കൂടെ നമ്മളതിനെ പറയും ഏന്തി വലിഞ്ഞ് നോക്കുക എന്ന് പറയല്ലേ. പെരുവിരലൊക്കെ ഊന്നി അതിൽ തൂങ്ങിക്കിടന്നൊക്കെ അതെന്താ നടക്കുന്നതെന്ന് കാണാൻ വേണ്ടിയുള്ള ഒരു ഭയങ്കര ആകാംക്ഷയോടെ നമ്മൾ നോക്കും. അതുപോലെ ഈ സകല സൃഷ്ടികളും നിങ്ങളാകുന്ന ദൈവപുത്രൻ്റെ വെളിപ്പാടിനെ പ്രതീക്ഷിച്ച് എത്തി നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. വർഷങ്ങളായിട്ട് നോക്കി നോക്കി സൃഷ്ടി കുഴഞ്ഞ് നമ്മളിങ്ങനെ തൂങ്ങി നിന്ന് നോക്കി നോക്കി അവസാനം കൈ തളരുമ്പം എന്തെങ്കിലും നടന്നുകൊണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നത് പോലെ സൃഷ്ടി ഇപ്പം കുഴഞ്ഞിരിക്കുക. 10-40 വർഷമായി സൃഷ്ടി നോക്കുന്നുണ്ട്. ചിലരെ 20 വർഷമായിട്ട് നോക്കുന്നുണ്ട്, ചിലരെ 15 വർഷമായിട്ട് നോക്കുന്നുണ്ട്. ഒന്നും കാണാൻ പറ്റുന്നില്ല. സൃഷ്ടി നോക്കുന്ന എന്താ? ഇവൻ എപ്പോ ഇവനിൽ ആ ദൈവപുത്രൻ വെളിപ്പെടും, ഇവൻ്റെ അകത്തുള്ള തേജസ് എപ്പോൾ വെളിപ്പെടും. ആൻറ്റിമാരെ, ഞങ്ങൾ ആരാധനയ്ക്ക് വരുന്നത്, രാത്രി ഇന്ന് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നത്, നിൻ്റെ കണ്ണുനീരൊക്കെ തുടയ്ക്കും കർത്താവ്, രോഗം സൗഖ്യമാക്കും, കെട്ടുപൊട്ടിക്കും, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അതിനൊക്കെ അപ്പുറത്ത് നിൻ്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു തേജസ് ഉണ്ട്. നിങ്ങളുടെ അകത്ത് ദൈവം ഇട്ടിരിക്കുന്ന ഒരു പുത്രത്വമുണ്ട്. അത് ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ, അത് ലോകത്തിൻ്റെ മുമ്പിൽ ഒന്ന് മാനിഫെസ്റ്റ് ആകാൻ, അത് പ്രപഞ്ച സൃഷ്ടിയുടെ മുൻപിൽ ഒന്ന് വെളിപ്പെട്ടു വരാൻ ദൈവം മാത്രമല്ല സൃഷ്ടിയും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അത് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് കർത്താവിന് നന്ദി പറ. പ്രൈസ് ഗോഡ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ആമേൻ. താങ്ക് യു ജീസസ്. സൃഷ്ടി ദൈവപുത്രന്മാരുടെ പ്രത്യക്ഷതയെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. ആമേൻ. ഇത് തന്നെയാണ് പഴയ നിയമത്തിലെ പ്രവാചകന്മാരും കാത്തിരുന്നത്. ഹല്ലേലൂയ. അവർ സകല സൃഷ്ടി എന്ന് പറയുമ്പോൾ പഴയ സൃഷ്ടിയും പുതിയ സൃഷ്ടിയുമാണ് സകല സൃഷ്ടിയും എന്ന് അവിടെ ഉദ്ദേശിക്കുന്നത്. പഴയ സൃഷ്ടി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിലെ വിശ്വാസികൾ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർ, ഇവരെല്ലാം പഴയ സൃഷ്ടികളാണ്. അപ്പം അവർ കർത്താവിൻ്റെ ആത്മാവ് അവരോടുകൂടെ ഇരുന്ന് എന്ത് ചെയ്തു? പ്രവചിച്ചു. അപ്പോസ്തലനായ പത്രോസ് പറയുന്നു, അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും കുറിച്ച് പ്രവചിച്ചപ്പോൾ ഇത് ആർക്ക് വേണ്ടിയുള്ളതാണെന്നോ എപ്പോഴുള്ളതാണെന്നോ അവരെന്ത് ചെയ്തു? ആരാഞ്ഞു നോക്കി. ഫോർ എക്സാമ്പിൾ, യെശയ്യാവ്, യെരമ്യാവ്, യെഹെസ്കേൽ, ദാനിയേൽ, ഹോശയ തുടങ്ങിയ വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എല്ലാവരും ക്രിസ്തുവിനെ കുറിച്ച് പ്രവചിക്കുക. ആമേൻ. പക്ഷെ അവർക്കറിയില്ല ഇതെപ്പോൾ സംഭവിക്കുമെന്ന്. എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് പല പ്രവാചകന്മാരും പലരും ഡേറ്റ് ഇട്ട് പ്രവചിക്കാറുണ്ട്. ഇന്ന ദിവസം ഇന്ന മാസം ഇത്രാം തീയതി എന്ത് ചെയ്യും, അത് സംഭവിക്കും. അതൊക്കെ അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന കൃപ. ഞാൻ അതിനെ കുറ്റം പറയുന്നതല്ല, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അന്ന് പ്രവാചകന്മാർ, പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്ക് എങ്കിലും അവരുടെ ഉള്ളിലൊരു കാലഘട്ടത്തിൻ്റെ കണക്ക് ദൈവം കൊടുത്തിരുന്നു. പ്രൈസ് ഗോഡ്. വെറുതെ പൊട്ടത്തനം പറഞ്ഞതല്ല. പക്ഷെ അവരാരാഞ്ഞു നോക്കി, ഈ പ്രവചനം ആർക്കു വേണ്ടിയുള്ളതാ? ഹല്ലേലൂയ. പ്രവചിച്ചിട്ട് അവർ ആരാഞ്ഞു നോക്കിയപ്പോൾ അവരിലുള്ള ക്രിസ്തുവിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇത് നിങ്ങൾക്കുള്ളതല്ല. ഹലോ, ഇതാർക്കുള്ളതല്ല? പ്രവചിക്കുന്ന നിങ്ങൾക്കുള്ളതല്ല. ഒരു സന്തതി വരാൻ പോവുകയാണ്. ഒരു തേജസ്സിലേക്ക് നടത്തപ്പെടുന്ന ഒരു തലമുറ വരാൻ പോവുകയാണ്. തേജസ്സിന് വേണ്ടി മുൻനിയമിക്കപ്പെട്ട ഒരു തലമുറ വരാൻ പോവുകയാണ്. അവർക്ക് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ പ്രവചിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇവരിങ്ങനെ പ്രവചിച്ചു വരാനിരിക്കുന്ന ക്രിസ്തുവിനെ കുറിച്ചും അതേ തേജസ്സിൽ വരാൻ പോകുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട തലമുറയെക്കുറിച്ചും ഇവരിങ്ങനെ പ്രവചിച്ചു കൊണ്ടേയിരുന്നു. ഇവർ പ്രവചിച്ചിട്ട് അവരും കാണാനായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ അവരുടെ കണ്ണെന്ത് ചെയ്തില്ല? അത് കണ്ടില്ല. ആമേൻ. അത് കാണും മുമ്പേ അവരെല്ലാവരും ഈ ലോകം വിട്ടു മാറ്റപ്പെട്ടു. പ്രൈസ് ഗോഡ്. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഒരു വേർഡ് മനോഹരമായിട്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് വായിക്കാമോ? എബ്രായ ലേഖനം 11-ന്റെ ലാസ്റ്റ് വേർഡ്. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന്
ദൈവം നമുക്ക് വേണ്ടി. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയോട് അപ്പോസ്തലനായ പൗലോസ് എഴുതുകയാണ്, മോനെ, ആ 11-ാം അധ്യായം നമുക്കറിയാം. എവിടെ തുടങ്ങുക? ഹാബേലിൽ തുടങ്ങുക, അല്ലേ പാസ്റ്ററെ? ഹാബേലിൽ തുടങ്ങുകയാ. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീൻ്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. എന്നിട്ട് പറഞ്ഞു, അവൻ ദൈവത്താൽ നീതിമാനെന്ന് വിളിക്കപ്പെട്ടു. ഹാബേൽ തുടങ്ങി ഭക്തന്മാരുടെ ചരിത്രം, ഭക്തന്മാരുടെ പേരുകൾ. നമ്മളതിനെ പറയുന്നത് വിശ്വാസ വീരന്മാരുടെ പട്ടിക എന്നാണ്, അല്ലേ? എബ്രായലേഖനം 11-ാം അധ്യായം വിശ്വാസ വീരന്മാരുടെ പട്ടികയാണ്. ഹാബേലിൻ്റെ പേര് പറയുന്നുണ്ട്, നോഹയുടെ പേര് പറയുന്നുണ്ട്, പിന്നെ അബ്രഹാമിൻ്റെ പേര്, ഇസഹാക്കിൻ്റെ പേര്, യാക്കോബിൻ്റെ പേര്, സാറയുടെ പേര്, ആമേൻ, ശമൂവേലിൻ്റെ പേര്, ദാവീദിൻ്റെ പേര്, രാഹാബിൻ്റെ പേര്, ആമേൻ. അവളൊരു വേശ്യയായിരുന്നു, എങ്കിലും ആമേൻ വിശ്വാസികളുടെ പട്ടികയിൽ രാഹാബിന് കയറി പറ്റാൻ പറ്റി. യേശുവിൻ്റെ വംശാവലിക്കകത്ത് അവൾ കയറി. 10-ാം തലമുറ പോലും ദൈവാലയത്തിൻ്റെ വാതിൽക്കൽ കാൽവെക്കാൻ പോലും യോഗ്യതയില്ലായിരുന്ന ആ മോവാബ്യ കുടുംബത്തിൽ നിന്ന് രൂത്ത് എന്ന് പേരുള്ള ഒരു സ്ത്രീ ക്രിസ്തുവിൻ്റെ വംശാവലിക്കകത്ത് കയറിപ്പറ്റി. കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ കരുണ അതിലൊക്കെ വെളിപ്പെടുകയാ. ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ, ദൈവം ആരെ തെരഞ്ഞെടുക്കും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. മൂത്തവനെയാണ് എനിക്ക് വേണ്ടത്, ആദ്യജാതനെ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ആദ്യജാതന്മാരെ കർത്താവ് അങ്ങ് തള്ളി. ഹല്ലേലൂയ. യാക്കോബിൻ്റെ മക്കൾ ഏശാവും യാക്കോബും ഒരുമിച്ച് ജനിച്ചവരാ, ഇരട്ടകളാ, അല്ലേ? ആ ചരിത്രം നമുക്കറിയാം. ആദ്യം ഒരാൾ പുറത്തു വന്നു. അപ്പം ഏശാവ് പുറത്തു വന്നു, ചുവന്നവനായിട്ട് പുറത്തു വന്നു. പുറകെ മറ്റവൻ കുതികാലി പിടിച്ചോണ്ട് വരിക. അവന് യാക്കോബ് എന്ന് ദൈവം അവർ പേരിട്ടു. പക്ഷെ കർത്താവ് അതിന് മുമ്പേ പ്രവചിച്ചിരിക്കുക, ഏശാവിനെ ഞാൻ ദോഷിച്ച് യാക്കോബിനെ ഞാൻ സ്നേഹിച്ചിരിക്കുന്നു. ദാറ്റ് ഈസ് സെലക്ഷൻ. ഹല്ലേലൂയ. അപ്പോൾ നോക്കണം, ഈ എബ്രായ ലേഖനത്തിൽ നമുക്ക് വരാം. അപ്പോൾ ഇങ്ങനെയുള്ള അബ്രഹാം അടക്കമുള്ള ഇസഹാക്ക്, യാക്കോബ് തുടങ്ങിയ അനേകം ദൈവഭക്തന്മാരുടെ പേരുകൾ അവരുടെ വിശ്വാസത്താൽ, ദൈവത്താൽ അവർക്ക് എന്ത് ലഭിച്ചു? സാക്ഷ്യം ലഭിച്ചു. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? അവർ നമ്മെ കൂടാതെ യെസ്, അതിൻ്റെ 39-ാം വാക്യമാണ്. 39 ഒന്ന് വായിച്ചപ്പോൾ, ആൻഡ് ഓൾ ദീസ് വിശ്വാസത്താൽ സാക്ഷി ലഭിച്ചിട്ടും, ഹലോ, വാഗ്ദത്ത അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബിനൊക്കെ ദൈവം നല്ല സാക്ഷി, ഇംഗ്ലീഷ് ബൈബിളിൽ പറഞ്ഞ ഗുഡ് റിപ്പോർട്ട് എന്നാണ്. അവരെക്കുറിച്ച് ദൈവം ഗുഡ് റിപ്പോർട്ട് കൊടുത്തു. കൊള്ളാം, അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം മാനിച്ചു. അബ്രഹാമിൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കിട്ടു. അവരുടെ വിശ്വാസം അവരുടെ തലമുറയ്ക്ക് നീതിയായി കണക്കിട്ടു. എല്ലാവരെ കുറിച്ചും ദൈവം നല്ല അഭിപ്രായം പറഞ്ഞു. ആമേൻ പറഞ്ഞാട്ടെ. ഹാബേലിനെ കുറിച്ച് പ്രശംസിച്ചു, യാക്കോബിനെ കുറിച്ച് പ്രശംസിച്ചു, താഴോട്ടുള്ള എല്ലാവരെ കുറിച്ചും നല്ല റിപ്പോർട്ട്, നല്ല സാക്ഷ്യം ദൈവം പറഞ്ഞു. പക്ഷെ അവർക്ക് എന്ത് കൊടുത്തില്ല? വാഗ്ദത്ത നിവർത്തി അവർക്ക് പ്രാപിക്കാൻ കഴിഞ്ഞില്ല. പ്രൈസ് ഗോഡ്. അടുത്ത് പറയുക, അവർ നമ്മെ കൂടാതെ, ഇന്നുള്ള അന്ന് എഴുതുന്ന ആ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളോട് പറയുക, അവരൊക്കെ നമ്മളെക്കാളും വലിയ വിശ്വാസമുള്ളവരാ. പക്ഷെ നമ്മെ കൂടാതെ അവർക്ക് എന്ത് പ്രാപിക്കാൻ പറ്റത്തില്ല? രക്ഷാപൂർത്തി പ്രാപിക്കാൻ കഴിയാതിരിക്കേണ്ടവന് ദൈവം അവർക്ക് കൊടുത്തതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ പിൻതലമുറയിലുള്ള നമുക്ക് വേണ്ടി കർത്താവ് മുൻകരുതിയിരുന്നു. അത് മറ്റാരുമല്ല, അതാണ് ഏകജാതനായ പുത്രനായ യേശു ക്രിസ്തു. ഓ, താങ്ക് യു ലോർഡ്. പ്രൈസ് ഗോഡ്. ജീസസ്. ഈ വാക്യം ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കരുതാറുണ്ട്. ചില വീട്ടിൽ അപ്പൻ ദൂരെ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ അപ്പൻ്റെ കയ്യിൽ എപ്പോഴും, കുഞ്ഞു മക്കളുണ്ടെങ്കിൽ വലിയവരാണെങ്കിലും ഇപ്പോഴും എത്ര പ്രായമായാലും അപ്പന്മാരെന്ത് ചെയ്യും? കയ്യിലൊരു പൊതിയുമായിട്ട്, അങ്ങനെയല്ലേ പാസ്റ്ററെ, മക്കൾക്ക് വേണ്ടി ഒരു കരുതൽ, ഒരു ചെറിയൊരു പാർസലുമായിട്ട് വരും. ആമേൻ. ഈ പാർസലുമായിട്ട് വരുമ്പോൾ 2 മക്കളുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരാളായിരിക്കും അപ്പന് ഏറ്റവും പ്രിയപ്പെട്ടവൾ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൻ. ചിലപ്പോൾ ഇളയതായിരിക്കും, മിക്കവാറുമൊക്കെ ഇളയ ആൾക്കാരായിരിക്കും. ഓക്കെ, ചിലയിടത്ത് മൂത്ത ആൾക്കാരും ഏറ്റവും പ്രിയപ്പെട്ട ആളായിരിക്കും. അത് തെറ്റല്ല, അതൊരു സ്വാഭാവികതയാണ്. ആമേൻ. 2-4 പേരുണ്ടെങ്കിൽ ഒരാളായിരിക്കും മോസ്റ്റ് ഫേവററ്റ് ചൈൽഡ്, അല്ലേ? അത് നാച്ചുറലി നാളെ നിങ്ങൾ കല്യാണം കഴിക്കുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഞാനിങ്ങനെ പറയാറുണ്ട്, അവന് അപ്പൻ വാങ്ങിക്കൊണ്ടുവന്ന പാർസല് വീട്ടിലെത്തിയപ്പോൾ മറ്റേ പ്രിയപ്പെട്ട കുഞ്ഞ് എന്ത് ചെയ്തിട്ടില്ല? ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല. ഹലോ,
ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടില്ല. മറ്റു കുഞ്ഞുങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അപ്പം പാർസൽ പൊളിച്ചില്ല. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുക? തനിക്ക് ഏറ്റവും വാത്സല്യമുള്ള കുഞ്ഞ് വീട്ടിൽ വരാൻ വേണ്ടി പൊതി അഴിക്കാതെ എന്ത് ചെയ്യുകയാണ്? ഒളിപ്പിച്ച് വച്ചിരിക്കുകയാണ്. അബ്രഹാമും ഇസഹാക്കും യാക്കോബ് എന്ന മൂത്ത മക്കളൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും ഒടുവിലത്തെ സന്തതികളായി വരുന്ന വിശ്വാസ സന്തതികൾക്ക് വേണ്ടി സ്വർഗീയ പിതാവ് ഒരു പൊതി പൊതിഞ്ഞു വെച്ചിരുന്നു, അഴിക്കാതെ. ആമേൻ. ആ പൊതിയ നമുക്ക് ലഭിച്ചത് ക്രിസ്തു എന്ന പ്രോമിസ്. Christ, the promise. അത് അപ്പൻ നമുക്ക് വേണ്ടി മുൻകരുതി വെച്ചിരുന്ന ഏറ്റവും നല്ലതാണ്. ആന്റിമാരെ, കർത്താവിനെ നിങ്ങൾ സ്തുതിക്കണം. വിശ്വാസത്തിൽ സാറയെക്കുറിച്ച് കർത്താവ് സാക്ഷി പറഞ്ഞു. സാറയുടെ വിശ്വാസം, പുത്രോത്പാദനത്തിൻ്റെ ശക്തി ഇല്ലാതായിട്ടും തൻ്റെ ശരീരം ചത്തുപോയി എന്ന് അവൾ മനസ്സിലാക്കിയിട്ടും ഒരു പുത്രനെ ലഭിക്കും, അവൾ ഒന്നിനെ പ്രസവിക്കുമെന്ന് അവൾ വിശ്വസിച്ചു. പിന്നെ പറയുക റോമാലേഖനത്തിൽ, ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചുവെന്ന് ദൈവം സാക്ഷ്യപ്പെടുത്തിയിട്ടും അങ്ങനെ വിശ്വാസമുള്ള സാറയ്ക്ക് കൊടുക്കാതെ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. അങ്ങനെ നമ്മൾ കാണേണ്ടത്. പ്രൈസ് ഗോഡ്. ആമേൻ. വിശ്വാസത്താൽ നല്ല യാഗം കഴിച്ച ഹാബേലിന് കൊടുക്കാത്തത് ജോൺ മില്ലറിന് വേണ്ടി കർത്താവ് മാറ്റിവെച്ചു, സബിന് വേണ്ടി കർത്താവ് മാറ്റിവെച്ചു. ഓ, വാട്ട് എ വണ്ടർഫുൾ ഫാദർ വി ഹാവ്. നമുക്ക് എത്ര സ്നേഹമുള്ള ഒരപ്പനാണ് നമുക്കുള്ളത്. ഇന്ന് പകൽ അപ്പന്റെ സ്നേഹം ഓർത്ത് കരമടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. Heavenly Father has preserved something for us. നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ടൊരു സാധനം റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഹല്ലേലൂയ. നമ്മൾ ചില മീറ്റിങ്ങുകൾക്ക്, വലിയ വലിയ മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്കറിയാം, ചില ചർച്ചകളിൽ പോകുമ്പോൾ പോലും, ഞാൻ ശ്രീലങ്കയിൽ ഒരു ചർച്ചയിൽ പോയിരുന്നപ്പോൾ ആദ്യത്തെ 2-3 ലയൻ കസേരകളിൽ മുഴുവനും റിസർവ്ഡ് എന്ന് എഴുതി വെച്ചിരുന്നു. ചില വലിയ VIP മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, നമുക്ക് തോന്നുന്ന സീറ്റിൽ കയറി ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ വോളണ്ടിയേഴ്സ് ഉണ്ടാകും. അവർ പറയുന്ന സ്ഥലത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഇരിക്കാൻ പറ്റത്തുള്ളൂ. കാരണം സീറ്റ് അവിടെ റിസർവ്ഡ് ആണ്. ചിലർക്ക് വേണ്ടി സീറ്റ് മാറ്റിയിട്ടിരിക്കുക. അബ്രഹാമും ഇസഹാക്ക് യാക്കോബും ആമേൻ, മറ്റ് ദാവീദ്, യെശയ്യാവ്, ശമൂവേൽ തുടങ്ങിയ വലിയ വലിയ വമ്പന്മാര്, വിശ്വാസ പ്രതിഭകള്, ഗ്രേറ്റ് മെൻ ആൻഡ് വുമൺ ഓഫ് ഗോഡ് അവിടെ ഉണ്ടായിരുന്നപ്പോ നമുക്ക് വേണ്ടി അന്നേ പിതാവ് ചില കസേരകൾ റിസർവ് ചെയ്തിട്ടിരുന്നു. എൻ്റെ മക്കൾ വരാനുണ്ട്, എൻ്റെ പുത്രന്മാർ വരാനുണ്ട്. ഒന്നും കാണാതെ വിശ്വസിച്ചുകൊണ്ട് പുത്രത്വത്തെ എന്ന തേജസ്സിലേക്ക് പ്രവേശിക്കാൻ തെരഞ്ഞെടുത്ത ചില മക്കൾ വരുന്നുണ്ട്. അവർക്ക് വേണ്ടി ചില കസേരകൾ ഞാൻ ഒതുക്കിയിടുകയാണ്, അവർക്ക് വേണ്ടി ചില നന്മകൾ ഞാൻ പ്രിസർവ് ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ചില കസേരകളെ ഒതുക്കിയിട്ടു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ആ ഒതുക്കിയിട്ട റിസർവ്ഡ് സീറ്റിലേക്കാണ് നിന്നെ കാണാൻ ദൂതന്മാർ ആഗ്രഹിക്കുന്നത്. പത്രോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ദൂതന്മാർ അതിലേക്ക് കുനിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഏതിലേക്ക്? ദൂതന്മാർ ഈ വലിയ രക്ഷയിലേക്ക് എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്, ചില ആളുകൾ നിങ്ങളുടെ ആരാധനയെ സ്വർഗം ദൂതന്മാരെന്ത് ചെയ്യുന്നു? നോ, നിങ്ങളുടെ വർഷിപ്പിനെ അല്ല ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്നത്. ആമേൻ. കാരണം നമ്മുടെ വർഷിപ്പിനെ ഏഞ്ചൽസ് കുനിഞ്ഞു നോക്കി കൊതിക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടത്തെക്കാളും സൂപ്പർ വർഷിപ്പ് അവിടെയാണ്, അല്ലേ? നമ്മളിവിടെ ഇനി എങ്ങനെയൊക്കെ എത്രയൊക്കെ മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വെച്ച്, മക്കളെ വേറെ ഒന്നും വിഷം വിചാരിക്കല്ലേ, എത്ര മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് വെച്ച് വായിച്ചാലും ഇവിടത്തെക്കാളും ഭംഗിയായ വർഷിപ്പ് അവിടെ ഹെവനിൽ നടക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം നമ്മൾ കണ്ടതാണ്. 4-5 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ അറിയാം അവിടുത്തെ ആരാധനയുടെ മഹത്വം. പ്രൈസ് ഗോഡ്. ദൂതന്മാർ ആഗ്രഹിക്കുന്നത് ആരാധന കാണാനല്ല, ദൂതന്മാർ ആഗ്രഹിക്കുന്നത് നിനക്ക് വേണ്ടി റിസർവ് ചെയ്ത കസേരയിൽ നീ എത്തിയോ എന്നുള്ളതാണ്. ആമേൻ. നിങ്ങളുടെ പേരെഴുതി റിസർവ്ഡ് ഫോർ ദി, അതിൻ്റെ താഴെ പേര് എഴുതിയിട്ടുണ്ട് ജോൺ മില്ലർ. അപ്പുറത്തെ കസേര റിസർവ് ചെയ്തിട്ടുണ്ട് സബിൻ, ഇപ്പുറത്തെ കസേര റിസർവ് സാമുവൽ, പേരെഴുതി വെച്ചിട്ടുണ്ട്. സ്വർഗം നോക്കുന്നത് ഈ സീറ്റിൽ ഇവരെപ്പോൾ വന്നിരിക്കുമെന്നാണ്. ദൂതന്മാർ കുനിഞ്ഞു നോക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന പൊസിഷനിൽ, നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന അധികാരത്തിൽ, ആ അനോയിന്റിങ്ങിൽ നിങ്ങൾ എപ്പോൾ കയറി വരും, എപ്പോഴാ മഹത്വത്തിൽ നിങ്ങൾ എത്തിച്ചേരും, അതിനാ സ്വർഗം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ഈ സഭയ്ക്കകത്തും യൂട്യൂബിലൂടെ എന്നെ ദൂരെ ഇരുന്ന് കാണുന്ന
ദൈവമക്കളോട് ഞാൻ പറയട്ടെ, നിനക്ക് വേണ്ടി സ്വർഗം കരുതി വെച്ച ആ ശ്രേഷ്ഠമായ തേജസ്സിലേക്ക്, ആ ദൈവപുത്രൻ എന്ന അധികാരത്തിലേക്ക്, ആ ദൈവപുത്രൻ എന്ന തേജസ്സിലേക്ക് നീ കയറി വരുന്നത് കാണാൻ സ്വർഗവും സകല സൃഷ്ടികളും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. Are you ready to enter into that glory? ആ ഗ്ലോറിയിലേക്ക് പ്രവേശിക്കാൻ നിങ്ങൾ തയ്യാറാണോ? Amen. Praise God. Are you ready to enter into that glory? ആ മഹത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം. അത് മരിച്ച ശേഷം ഉണ്ടാകുന്ന മഹത്വമല്ല. ഈ ഭൂമിയിൽ ക്രിസ്തുവിൻ്റെ പൈതലായി ജീവിക്കുമ്പോൾ തന്നെ ആദ്യജാതന്റെ തേജസ്സിലേക്ക് നീ നടന്ന് കയറുന്നത് കാണാൻ സ്വർഗം ആഗ്രഹിക്കുന്നതിൻ്റെ അർത്ഥം അത് ഇവിടെ വെച്ച് തന്നെ സംഭവിക്കണമെന്നാണ്. ഹല്ലേലൂയ. കരമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. യേശുവിനെ പിശാച് പരീക്ഷിച്ചു അല്ലേ? മരുഭൂമിയിൽ യേശു 40 ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് എണീറ്റപ്പോൾ പരീക്ഷകൻ യേശുവിൻ്റെ അടുത്ത് വന്നു. ആദ്യം പറഞ്ഞ പരീക്ഷ എന്താ? നീ ദൈവപുത്രനാകുന്നു എങ്കിൽ, ഇഫ് യു ആർ ദ സൺ ഓഫ് ഗാഡ്. ആമേൻ. ഹല്ലേലൂയ. ഓരോ പ്രശ്നം നിങ്ങൾക്ക് വരുമ്പോഴും, ഓരോ പ്രലോഭനം നിങ്ങളുടെ മുൻപിൽ വരുമ്പോഴും ആ പ്രലോഭനത്തിൻ്റെ അകത്ത് മറഞ്ഞു കിടക്കുന്നൊരു ക്വസ്റ്റ്യൻ മാർക്കുണ്ട്. നമ്മൾ പലപ്പോഴും അതറിയുന്നില്ല. എന്താ ക്വസ്റ്റ്യൻ മാർക്ക്? നീ ദൈവപുത്രനാണെങ്കിൽ. ആമേൻ. ഹല്ലേലൂയ. ആ പ്രതികൂലം നിന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. നീ ദൈവപുത്രനാണെങ്കിൽ. യേശുവിനോട് അത് തന്നെ ചോദിച്ചു. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകളെ അപ്പമായി തീരുവാൻ കൽപ്പിക്കുക. പ്രൈസ് ഗാഡ്. എന്നിട്ട് അതിനെ നീ തിന്ന് എന്ത് ചെയ്യണം? വിശപ്പടക്കണം. ദൈവപുത്രൻ പറഞ്ഞു, മനുഷ്യപുത്രൻ. ദൈവപുത്രൻ അതിനർത്ഥം അർത്ഥമുണ്ട്. എന്തോ എന്ന് വെച്ചാൽ മറ്റേ പരീക്ഷകൻ ചോദിച്ചത് നീ ദൈവപുത്രനാണെങ്കിൽ എന്നാ. പക്ഷെ യേശു മറുപടി പറയുന്നത് മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കും. എടാ, എനിക്ക് ഇവിടെ ജീവിക്കാൻ ഈ കല്ലിനെ അപ്പമാക്കി തീർക്കേണ്ട കാര്യമില്ല. അമ്മൻ പറഞ്ഞാട്ടെ. നമ്മൾ പലപ്പോഴും കല്ല് അപ്പമായി തീർന്ന് അതിനെ തിന്ന് വിശപ്പടക്കാൻ ആഗ്രഹിക്കുന്നവരാ. എങ്ങനെയെങ്കിലും പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ മതി. ആമേൻ. എങ്ങനെയെങ്കിലും എൻ്റെ വിശപ്പടങ്ങിയാൽ മതി, എങ്ങനെയെങ്കിലും ഈ കാര്യം നടന്നാൽ മതി. അതല്ല യേശു പറയുക, കല്ലിന് മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വചനം കൊണ്ടും ജീവിക്കും. പ്രൈസ് ഗാഡ്. ദൈവപുത്രനാണോ? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ദൈവമക്കളാണോ? നിങ്ങൾ പ്രശ്നങ്ങളെ നേരിടേണ്ടത് ദൈവത്തിൻ്റെ വചനം കൊണ്ടാണ്. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം. നിങ്ങളുടെ വിശപ്പിൻ്റെ അപ്പം ദൈവത്തിൻ്റെ വചനമാണ്. നിങ്ങളുടെ നഗ്നതയെ മറയ്ക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. കൂരിരുൾ താഴ്വരയിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് നിങ്ങളെ നടത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. മരണ നിഴൽ നിന്റെ അടുക്കൽ വരുമ്പോൾ ജീവനെ തന്ന് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. If you are the son of God, you should live by the word of God. നീ ദൈവപുത്രനാണോ? വചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ഹല്ലേലൂയ. വചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. വചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. ആമേൻ. ഒന്ന് പറ, വചനം കൊണ്ട് ജീവിക്കാൻ പഠിക്കണം. വചനം കൊണ്ട് ജീവിക്കാൻ പഠിച്ചവനാ ദൈവത്തിൻ്റെ മകൻ. പ്രൈസ് ഗാഡ്. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ. എബ്രായ ലേഖനത്തിലെ അവസാന 11-ാം അധ്യായം ലാസ്റ്റ് വേർഡ് ഓർക്കുമ്പോൾ എത്ര പേർക്ക് ഇന്ന് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും? സംതിങ് ഗോഡ് പ്രിപ്പേർഡ് ഫോർ മീ, പ്രിസർവ്ഡ് ഫോർ മീ. ദൈവം എനിക്ക് വേണ്ടി അവർക്കെല്ലാവരും അവർക്ക് തേജസ്സുണ്ട്. ആമേൻ. പഴയ നിയമ ശുശ്രൂഷയ്ക്കും തേജസ്സുണ്ടെന്നാണ് കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. അക്ഷരത്തിൻ്റെ ശുശ്രൂഷയ്ക്കും എന്തുണ്ട്? തേജസ്സുണ്ട്. പക്ഷെ ആത്മാവിൻ്റെ ശുശ്രൂഷയ്ക്ക് അതിമഹത്തായ തേജസ്സാണ്. ഹല്ലേലൂയ. മരണത്തിൻ്റെ ശുശ്രൂഷയ്ക്കും തേജസ്സുണ്ട്. പക്ഷെ ജീവൻ്റെ ശുശ്രൂഷയ്ക്ക് അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു തേജസ്സുണ്ട്. അപ്പോൾ അബ്രഹാമും ഇസാക്കും പഴയ നിയമത്തിലെ പിതാക്കന്മാരെല്ലാവരും തേജസ്സുള്ള ഒരു ശുശ്രൂഷയുടെ കീഴിലായിരുന്നു. അവർക്കും ഒരു തേജസ് ഉണ്ടായിരുന്നു. പക്ഷെ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിൽ, അവൻ്റെ മരണത്തിൽ, അവൻ്റെ അടക്കത്തിൽ, അവൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ അവൻ ഇന്നും ജീവിച്ചിരിക്കുന്നു, എന്നിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഞാൻ നിൽക്കുന്ന തേജസ്സിലേക്കല്ല അബ്രഹാം എത്തിയത്.
അബ്രഹാം എത്തിയതിനേക്കാൾ മഹത്തായ ഒരു തേജസ്സിലേക്ക് ദൈവം എന്നെ കയറ്റിയിരുത്തി. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. സോ അവൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടവന് നമ്മെ ഓരോരുത്തരെയും അവൻ്റെ തേജസ്സിനോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. യേശുവിനെ പോലെയാകാൻ വിളിക്കപ്പെട്ടവരാ ഞാനും നിങ്ങളും. അവൻ മുൻ നിയമിച്ചു. നിയമനം എന്ന് പറഞ്ഞാൽ അപ്പോയിൻ്റ് ചെയ്തെന്ന, അപ്പോയിൻമെൻറ്റ് ചെയ്തു. എന്തിനു വേണ്ടി? ആ തേജസ്സുള്ള പുത്രൻ്റെ അതേ സ്വരൂപത്തോട് അനുരൂപരാകേണ്ടവന്. പ്രൈസ് ഗാഡ്. സോ ആദ്യജാതനെ കുറിച്ച് ബൈബിൾ സംസാരിക്കുമ്പോൾ ആമേൻ പലയിടങ്ങളിലും ആ ആദ്യജാതനെ ലോകത്തിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അനേകർക്ക് ആദ്യജാതനായി യേശു മാറേണ്ടവന് ആമേൻ ആ ഒരു ഫസ്റ്റ് ബോണിനെ ആദ്യജാതനെ കർത്താവ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ആ വാഗ്ദത്തമാണ് യെശയ്യാവിലൂടെ കർത്താവ് നൽകുന്നത്. ഒരു മകൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും. പ്രൈസ് ഗാഡ്. നിങ്ങൾ ആദ്യജാതനായി മാറിയോ? യു ഹാവ് ദ അതോറിറ്റി. ആധിപത്യം നിങ്ങളുടെ തോളിലാണ്. കാരണം ആ ആദ്യജാതൻ്റെ തോളിലും എന്തുണ്ട്? ആധിപത്യമുണ്ട്. നിങ്ങൾ അവൻ്റെ അതേ സ്വരൂപത്തോട് അനുരൂപരാകുമ്പോൾ ആധിപത്യം നിങ്ങളുടെ തോളിൽ വരികയാണ്. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. പ്രൈസ് ഗാഡ്. യേശുക്രിസ്തു ആദ്യജാതനായിട്ട് ലോകത്ത് ജീവിക്കുമ്പോൾ, ഏകജാതന പുത്രനായിട്ട് നിൽക്കുമ്പോൾ, അവൻ ആദ്യജാതൻ്റെക്കുള്ള യാത്രയുടെ മധ്യേ തന്നെ അവൻ്റെ ആധിപത്യം വെളിപ്പെട്ടിട്ടുണ്ട്. പ്രകൃതിയുടെ മേൽ അവൻ ആധിപത്യം ചെയ്തു, ഭൂതങ്ങളുടെ മേൽ അവൻ അധികാരമുണ്ടായിരുന്നു, കാറ്റിൻ്റെ മേലും കടലിൻ്റെ മേൽ അവൻ അധികാരം ചെലുത്തി, വൃക്ഷങ്ങളുടെ മേൽ അവൻ അധികാരം ചെലുത്തി. എവിടെല്ലാം കർത്താവ് നിന്നോ അതിൻ്റെ മേലെല്ലാം യേശുവിന് അധികാരമുണ്ടായിരുന്നു. നിങ്ങൾക്കും അതേ അധികാരമുണ്ട്. അധികാരത്തിൻ്റെ തേജസ്. പ്രൈസ് ഗാഡ്. വിശുദ്ധിയുടെ തേജസ്. ആമേൻ, ഹല്ലേലൂയ. യേശു ബെത്ലഹേമിൽ ജനിച്ചു. നമുക്കറിയാം ബെത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അപ്പത്തിൻ്റെ വീടല്ലേ? അപ്പത്തിൻ്റെ വീട്. എഫ്രാത്ത, ബെത്ലഹേം എഫ്രാത്ത. എഫ്രാത്ത എന്ന വാക്കിൻ്റെ അർത്ഥം ഫ്രൂട്ട്ഫുൾനെസ് എന്നാണ്. ഫ്രൂട്ട്ഫുൾനെസ്, ഫലപുഷ്ടി. ഞാൻ ഈ ഓൾഡ് കവണൻ്റ് ഹിസ്റ്ററി ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ എഫ്രാത്തയിൽ നിന്നുമാണ് പഴയ നിയമത്തിൽ യെരുശലേമിലേക്ക് കടിഞ്ഞൂൽ ആടുകളെ എന്ത് ചെയ്യുന്നത്? കൊണ്ടുപോകുന്നത്. കാരണം അവിടുത്തെ ആട്ടിൻകൂട്ടങ്ങളിലാണ് ഊനമില്ലാത്ത ഒറ്റ നിറത്തിലുള്ള കടിഞ്ഞൂലാണുകൾ ജനിക്കുന്നത്. ആമേൻ. അപ്പം ഈ എഫ്രാത്തയിലാണ് ഒരു ആട്ടിൻകുട്ടി ജനിക്കുമ്പോൾ പുരോഹിതന്മാർ അവിടേക്ക് വരും. അവിടെ പ്രത്യേകം സ്പെഷ്യൽ ആടുകളുണ്ട് യാഗമർപ്പിക്കാൻ. കടിഞ്ഞൂലുകളെ യാഗമർപ്പിക്കേണ്ടതിനുള്ള സ്പെഷ്യൽ ആടുകളെയാണ് അവിടെ വളർത്തുന്നത്. അപ്പോൾ അവിടെ വന്ന് ഈ പുരോഹിതൻ ഈ ജനിച്ച ആദ്യത്തെ ആടിനെ എന്ത് ചെയ്യും? പരിശോധിക്കും. ഊനം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കും. ഊനമില്ലാത്തതിനെ വേണം എന്ത് ചെയ്യാൻ? യാഗമർപ്പിക്കാൻ. അപ്പോൾ ഊനമില്ലാത്ത ആദ്യം ജനിച്ച ആടിനെ പരിശോധിച്ചതിന് ഊനമൊന്നുമില്ല എന്നറിയുമ്പോൾ ഈ കുഞ്ഞിനെ, ഈ ആട്ടിൻകുട്ടിയെ ഇവരെന്ത് ചെയ്യും? ശീലകൾ ചുറ്റി ദേവാലയത്തിലേക്ക് കൊണ്ടുപോകും. എത്ര പേർക്ക് കാര്യം പിടികിട്ടി? അതുകൊണ്ടാണ് ദൂതന്മാർ പറഞ്ഞത്, നിങ്ങൾ പോയി നോക്കിയാൽ പശുത്തൊഴുത്തിൽ ശീലകൾ ചുറ്റി അമ്മയോടൊപ്പം കിടക്കുന്ന ശിശുവിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. തൊഴുത്തിൽ കൊണ്ട് കിടത്തിയതും ശീലകൾ ചുറ്റിയതും വെറുതെ സൗകര്യമില്ലാത്തതുകൊണ്ടല്ല. അതിൻ്റെ പുറകിലൊരു പ്രൊഫറ്റിക് ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ഒരു നല്ല ആമേൻ പറയാൻ പറ്റുന്നവർക്ക് ആമേൻ പറഞ്ഞു. അതിൻ്റെ പുറകിലൊരു പ്രൊഫറ്റിക് ഫുൾഫിൽമെൻ്റ് ഉണ്ട്. ബെത്ലഹേം, മീഖാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നു, ഞാൻ അവനെ ബെത്ലഹേം എഫ്രാത്തയിൽ കണ്ടെത്തി. യേശുവിൻ്റെ ജനിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് മീഖാ പ്രവചിക്കുക. ബെത്ലഹേം എഫ്രാത്തയിൽ. എഫ്രാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? കടിഞ്ഞൂലാടുകൾ, സ്പെഷ്യലായ യാഗത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആടുകൾ ജനിക്കുന്ന ഗ്രാമമാണ് ബെത്ലഹേം എഫ്രാത്ത. അവിടെ നിന്നുമാണ് ശീലയിൽ ചുറ്റി പുരോഹിതൻ ആട്ടിൻകുട്ടിയെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അതേപോലെ ആമേൻ അപ്പനായ ജോസഫ് ആ കുടുംബത്തിൻ്റെ പുരോഹിതനായി നിന്നുകൊണ്ട് ആമേൻ കുഞ്ഞാടായി ജനിച്ച, രക്തം ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു ബെത്ലഹേം എഫ്രാത്തയിൽ ജനിച്ചപ്പോൾ ശീലകളിൽ ചുറ്റി കടത്തിയിരിക്കുകയാണ്. ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ഗാഡ്, ആമേൻ, പ്രൈസ് ഗാഡ്. ശിഷ്യന്മാർ യേശുവിനെ കണ്ടപ്പോൾ യേശുവിൽ അവരൊരു മഹത്വം കണ്ടു. നമുക്കറിയാം, യേശു ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയപ്പോൾ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കണ്ടിട്ട് ഉടനെ വിളിച്ചു പറഞ്ഞു. 2 ദിവസം വിളിച്ചു അല്ലേ? ആദ്യ ദിവസം പറഞ്ഞു, 2-ാം ദിവസം പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന
ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആമേൻ, ഹല്ലേലൂയ. എന്തുകൊണ്ട്? വൈ ദ ബ്ലഡ് ഓഫ് ലാംബ്? ആ ലാമ്പിൻ്റെ, അതായത് കുഞ്ഞാടിൻ്റെ രക്തം എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആമേൻ, സർപ്പത്തിൻ്റെ വിഷത്തിന് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ നിന്നുണ്ടാക്കുന്ന മരുന്ന് ഒരു ഭയങ്കര ആൻറ്റി വെനമാണ്. സയൻറ്റിഫിക്കലി പ്രൂവൺ വെനമാണത്. ലാമ്പിൻ്റെ ബ്ലഡ് സർപ്പത്തിൻ്റെ വെനത്തിന് ഒരു ഭയങ്കര ശക്തിയുള്ള ആൻറ്റി വെനമാണ്. ആമേൻ, അത് സയൻറ്റിഫിക്കലി. ബട്ട് സ്പിരിച്വലി കർത്താവ് പറയുക, സർപ്പത്താൽ വിഷലിപ്തമായ, സർപ്പം കടിച്ചിട്ട് പാപഭംഗിലമായി മരണകരമായ മുറിവേറ്റ മനുഷ്യകുലത്തെ, ഇസ്രായേൽ കുലത്തെ വീണ്ടെടുക്കുവാൻ കുഞ്ഞാടിൻ്റെ രക്തം ക്രൂശിൽ ചൊരിയപ്പെടുവാൻ ഇടയായി തീർന്നു. പ്രൈസ് ഗാഡ്. ആമേൻ. ആ രക്തമാണ്. ആമേൻ. അവിടെ 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായം, എനിക്കൊന്ന് 7-ാം വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. 1 യോഹന്നാൻ 1:7. 1 John 1:7. യെസ്, അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ഗാഡ്. അതാണ് പുത്രത്വത്തിലേക്കുള്ള പ്രോസസ്സിൻ്റെ തുടക്കം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവപുത്രത്വത്തിൻ്റെ തേജസ്സിലേക്ക് പ്രവേശിക്കുന്ന പ്രോസസ്സിൻ്റെ തുടക്കം യേശുവിൻ്റെ രക്തത്താലുള്ള കഴുകപ്പെടലാണ്. ആ കഴുകപ്പെടൽ നമ്മൾ കർത്താവിനെ വിശ്വസിച്ചപ്പോൾ, നമ്മൾ യേശുവിനെ വിശ്വസിച്ചപ്പോൾ ആരും ബ്ലഡ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ when we believed in Jesus' name, നമ്മൾ യേശുവിനെ നമ്മൾ വിശ്വസിച്ചപ്പോൾ സ്പിരിച്വലി ആ കുഞ്ഞാടിൻ്റെ രക്തം നമ്മളെ കഴുകി വിശുദ്ധീകരിച്ചു, നമ്മളെ പൂർണ്ണ നിർമ്മലതയുള്ളവരാക്കി. ആ മുൻ നിയമനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. ഇപ്പോൾ യോഹന്നാൻ 1:18 പറയുന്നത് പോലെ, ഞങ്ങൾ അവൻ്റെ തേജസ് ദൈവത്തിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ശിഷ്യന്മാർ യേശുവിനെ കുറിച്ച് പറയുകയാണ്, യേശുവിനെ കണ്ടപ്പോൾ അവർ ആരുടെ തേജസ്സായി കണ്ടു? ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ആ ഏകജാതനായവൻ കഷ്ടങ്ങളിൽ, നേരത്തെ വായിച്ച എബ്രായർ 2:10 പറഞ്ഞല്ലോ, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം സഹോദരന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. പിതാവ് അവനെ ആദ്യജാതനാക്കി മാറ്റി. എങ്ങനെ മാറ്റി? കഷ്ടങ്ങളിലൂടെ അവനെ തികഞ്ഞവനാക്കി. യേശു അനുഭവിച്ച കഷ്ടങ്ങൾ, പ്രിയമുള്ള അമ്മമാരെ, യേശു അനുഭവിച്ച കഷ്ടങ്ങളിലൂടെ, യേശു കടന്നുപോയ പീഡനങ്ങളിലൂടെ, ക്രൂശിൽ ആ മരണത്തോടുകൂടെ അവൻ്റെ പീഡനം അവസാനിക്കുകയാണ്. അതോടുകൂടെ അവൻ ആരായി മാറുകയാണ്? പൂർണ്ണമായും ഒരാദ്യജാതനായി മാറുകയാണ്. എന്ന് വെച്ചാൽ ദൈവഭവനം പണിയുന്നവനായി മാറി. നമുക്ക് ഈ ലോകത്തിൽ വരുന്ന കഷ്ടതകൾ, ലോകത്തിൽ വരുന്ന പ്രതികൂലങ്ങൾ നമ്മെ തകർത്ത് കളയാനുള്ളതല്ല. തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന പടിക്കെട്ടുകളാണ് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നങ്ങളും, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ ആ കഷ്ടതകളെ അടുത്ത തേജസ്സിലേക്കുള്ള യാത്രയുടെ പടിയായി കണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ നായകനും, ഏറ്റു പറഞ്ഞ് എന്നോട് ചേർന്ന് പറഞ്ഞ്, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എങ്ങോട്ടാ ഓടുന്നത്? ഞാൻ തേജസ്സിലേക്കാണ് ഓടുന്നത്. ഏത് തേജസ്സിലേക്ക്? ആദ്യജാതന്റെ തേജസ്സിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. ആ തേജസ്സിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് വിരോധമായി വരുന്ന കഷ്ടങ്ങൾ, എനിക്ക് വിരോധമായി വരുന്ന പീഡനങ്ങൾ, എനിക്ക് വിരോധമായി വന്ന പരാജയങ്ങൾ, ഇതൊന്നും ഞാൻ കണക്കാക്കാതെ യേശുവിനെ മാത്രം നോക്കിക്കൊണ്ട്, അവന്റെ തേജസ്സിലേക്ക് നോക്കിക്കൊണ്ട്, ആ തേജസ്സിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് ആഞ്ഞ്, പിന്നിലുള്ളത് മറന്നുകൊണ്ട്, മുന്നിലുള്ളവനെ കാഞ്ഞും കൊണ്ട് അവൻ പരമവിളിയുടെ വിരിവിനായി ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. പ്രൈസ് ഗാഡ്. ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിങ്ങളുടെ ഓട്ടം വൃഥാവല്ല, നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വൃഥാവല്ല, നിങ്ങളുടെ കഷ്ടതകൾ വൃഥാവല്ല, നിങ്ങളുടെ പ്രാർത്ഥനകൾ വൃഥാവല്ല, ദൈവരാജ്യത്തിന് വേണ്ടി നിങ്ങളെടുത്ത പ്രയാസങ്ങൾ വൃഥാവല്ല. അത് നിങ്ങളെ ഒരു തേജസ്സിലേക്ക് എത്തിച്ചേർക്കുകയാണ്. ദൈവപുത്രന്റെ തേജസ്സിലേക്ക്, ആദ്യജാതന്റെ തേജസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാനുള്ള യാത്രയുടെ വഴികളാണ് നിങ്ങൾക്കുള്ള പീഡനങ്ങൾ.
അർത്തുനാദര ശംബ്രോബഹാദിനത്തിലെ ലീഖർമാന സേഖേ റഗാതാര ഹസ്തോ റുഗലഗബദരഗരദിയാന്തനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും തേജസ്സിലേക്ക് ചിലവനെ വലിച്ചു കൊണ്ടുപോകാൻ, ചിലവനെ ഒരു നിങ്ങൾ ഇന്ന് നിൽക്കുന്ന തേജസ്സിൽ നിന്ന് തേജസ്സിന്റെ അടുത്ത തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് രാത്രി അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആമേൻ. അന്യഭാഷ പറയാൻ വേണ്ടി മാത്രമല്ല, ചിലരോട് പ്രവചിക്കാൻ വേണ്ടി മാത്രമല്ല, അടുത്തൊരു തേജസ്സിലേക്ക് കാൽവയ്പ് നടത്തുന്ന ഒരു സ്റ്റെപ്പിങ്ങിന് വേണ്ടിയിട്ടാ. Praise God, amen. Hallelujah, amen. ഞാൻ ടെലഗ്രാം നിർത്തിയതുപോലെ നിർത്തുവാണ്. ഒരിത്തിരി കാര്യങ്ങൾ ഇതിനകത്ത് ഇനിയും റിവീലാകാനുണ്ട്, ഒത്തിരി കാര്യങ്ങൾ. പക്ഷേ അതിലോട്ടൊന്നും ഞാൻ കടക്കുന്നില്ല. പ്രൈസ് ഗോഡ്. ഒരു വാക്യം മാത്രം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ അവസാനത്തെ വേദഭാഗം, 2 വേദഭാഗങ്ങൾ വായിച്ച്. 2 കൊരിന്ത്യൻസ് 3 ലാസ്റ്റ് 2 വേർഡുകൾ. 2 കൊരിന്ത്യർ 3 അവസാനത്തെ 2 വാക്യങ്ങൾ. കർത്താവ് ആത്മാവാകുന്നു. എല്ലാവരും പറഞ്ഞ കർത്താവ് ആത്മാവാകുന്നു എന്ന് വെച്ചാൽ ആത്മാവാണിപ്പോൾ നിങ്ങളുടെ കർത്താവ്, ആത്മാവാണിപ്പോൾ നിങ്ങളുടെ നടത്തിപ്പുകാരൻ, ആത്മാവാണ് നിങ്ങളുടെ ലീഡർ. നിങ്ങളിൽ വസിക്കുന്ന ആത്മാവാണ് നിങ്ങളെ എന്ത് ചെയ്യുന്നത്? നടത്തുന്നത്. നിങ്ങളിലുള്ള ആത്മാവ് അവനെ നല്ല നേർനിലങ്ങളിൽ നടത്തുന്നു എന്ന് സങ്കീർത്തനകാരൻ പറയും. എന്നിലുള്ള നിന്റെ ആ നല്ല ആത്മാവ് എന്നെ എന്ത് നടത്തുന്നു? നേർനിലത്തിൽ. അതുപോലെ നിങ്ങളിലുള്ള ആത്മാവ് നിങ്ങളെ എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ ലീഡറായി, നിങ്ങളുടെ കർത്താവായി, നിങ്ങളുടെ കർത്തൃത്വം വഹിക്കുന്നവനായി ആത്മാവ് നിങ്ങളിൽ വസിക്കുകയാണ്. കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും അവിടെ നിന്ന് തൊട്ട് ചിന്തിച്ചോണം. ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. നിങ്ങളുടെ ഡെസ്റ്റിനേഷനെ കുറിച്ച് പറയുക. ട്രിവാൻഡ്രത്ത് നിന്ന് ഫ്ലൈറ്റ് കയറി നമ്മുടെ ഡെസ്റ്റിനേഷൻ ദുബായിയാണ്. ദുബായ് എത്തുന്നത് വരെ യാത്രയിൽ നമ്മളായിരിക്കുക. ചിലപ്പോൾ എയർ പോക്കറ്റിലൊക്കെ വീഴും, ഫ്ലൈറ്റ് ഇങ്ങനെയൊക്കെ ആകും, കുടുക്കമൊക്കെ ഉണ്ടാകും, മരിച്ചു പോകുമോ എന്നൊക്കെ തോന്നിപ്പോകും. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പേടി വരും. കാരണം കഴിഞ്ഞ മാസം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചതുള്ളൂ. അതുകൊണ്ട് ഫ്ലൈറ്റിന് ചെറിയ അനക്കം വന്നാലേ നമുക്ക് പേടി തോന്നും. എയർ ഇന്ത്യ അഹമ്മദാബാദിൽ. പ്രൈസ് ഗോഡ്. അപ്പോൾ എങ്കിലും ആ യാത്ര പൂർണ്ണമാകുന്നത് എപ്പോഴാ? ദുബായ് എയർപോർട്ടിൽ ആ ഫ്ലൈറ്റ് ലാൻഡാകുമ്പോൾ അവർ പറയുക, ഓ വി ഹാവ് റീച്ച്ഡ് അവർ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമ്മളെത്തി. നിങ്ങൾ പുത്രത്വത്തിൻ്റെ തേജസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് നിങ്ങൾക്കെത്തും. അതാരാ തരുന്നത്? നിങ്ങളിലുള്ള പരിശുദ്ധാത്മാവാ. അവിടെ പറയുന്നു, നിങ്ങളിലുള്ള കർത്താവിൻ്റെ ആത്മാവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. യേശു ക്രിസ്തു വന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്ന ആദ്യജാതൻ്റെ അതേ തേജസ്സിനോട് അനുരൂപമാകുന്ന ഒരു ഗ്ലോറിയസ് ഡെസ്റ്റിനി എനിക്കും നിങ്ങൾക്കും കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതിലേക്കാണ് നമ്മുടെ യാത്ര. അതിനിടയ്ക്ക് വരുന്ന രോഗങ്ങൾ, അതിനിടയ്ക്ക് വരുന്ന ദുരിതങ്ങൾ, അതിനിടയ്ക്ക് വരുന്ന സാമ്പത്തിക ഞെരുക്കം, അതിനിടയ്ക്ക് വരുന്ന കഷ്ടത, ഇതൊന്നും നിങ്ങളുടെ യാത്രയുടെ വേഗതയെ കുറയ്ക്കരുത്. ഹല്ലേലൂയ. നിങ്ങളെ പുറകോട്ട് വലിക്കാൻ ചില രോഗങ്ങൾ, ചില പ്രശ്നങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ചില കടബാധ്യതകൾ, ചില അപമാനങ്ങൾ, നിന്ദകളൊക്കെ നിങ്ങളുടെ യാത്രയുടെ വേഗതയെ കുറയ്ക്കാൻ വന്നെന്നിരിക്കും. പക്ഷേ അതൊന്നുമല്ല നിങ്ങളുടെ വിഷയം. നിങ്ങളുടെ വിഷയം, നിങ്ങളുടെ മുമ്പിൽ ഒരു തേജസ് വെച്ചിട്ടുണ്ട്, ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ആ തേജസ്സാണ് എൻ്റെ ലക്ഷ്യം, അതിലേക്കാണ് എൻ്റെ യാത്ര. അതിൻ്റെ പുറകിൽ ഈ വരുന്ന പ്രശ്നങ്ങളെ കൊടഞ്ഞെറിഞ്ഞിട്ട് പൗലോസ് പറയുന്നുണ്ടല്ലോ, പിന്നിലുള്ളവനെ മറന്നിട്ട് മുമ്പിലേക്കുള്ളവന് ആഞ്ഞും കൊണ്ട്. ഈ ആഞ്ഞും കൊണ്ട് ഓടുക എന്ന് പറഞ്ഞാൽ 100 മീറ്റർ സ്പ്രിൻ്റ് റണ്ണിങ് ആരൊക്കെ കണ്ടിട്ടുണ്ട്? 100 മീറ്റർ ഓട്ടം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പിള്ളേർക്കൊക്കെ അറിയാം. ഈ 100 മീറ്റർ ഓട്ടം നിങ്ങൾ കാണുമ്പോൾ അവസാനത്തെ 10 മീറ്റർ എന്ന് പറഞ്ഞാൽ
കണ്ണും പൂട്ടിയുള്ള മിന്നൽ ഓട്ടമാണ്. കാരണം അവിടെയാണ് ഫിനിഷിംഗ് ലൈൻ, അവസാനത്തെ വര. ആ വരയിൽ ആദ്യം കടക്കുന്നവനെ എന്തുള്ളൂ? പ്രൈസ് ഉള്ളൂ. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകും ഒരുപക്ഷെ നമ്മുടെ ഇന്ത്യയുടെ സുവർണ വനിത എന്നറിയപ്പെടുന്ന PT ഉഷ പണ്ടൊരിക്കൽ ലോസ് ആഞ്ചലസിലാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ഒളിമ്പിക്സിലോ ഏഷ്യാഡിലോ ഒളിമ്പിക്സിൽ സെക്കൻഡുകളിൽ 100-1 സെക്കൻഡ് വ്യത്യാസത്തിൽ എന്ത് ചെയ്തു? അവർക്ക് വെങ്കല മെഡൽ നഷ്ടപ്പെട്ടു. ഷൈനി വിൽസൺ അങ്ങനെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ കാണും അവിടെ ടൈം എഴുതി കാണിക്കും, സെക്കൻഡല്ല, സെക്കൻഡ് 0.01 അല്ലെങ്കിൽ അതിൻ്റെ താഴെ അങ്ങനെയുള്ള സെക്കൻഡിൽ, മൈക്രോ സെക്കൻഡിൽ എന്ത് ചെയ്യും? മെഡല് നഷ്ടപ്പെടും. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടി അവസാനത്തെ ഫിനിഷിംഗ് ലൈനിൽ വരുമ്പോൾ ഇവരുടെ ഒരു ശരീരത്തിൻ്റെ ഭാഷയുണ്ട്. ഇതാണ് ആഞ്ഞും കൊണ്ട്. ആമേൻ. എന്നുവെച്ചാൽ മറ്റവൻ കടക്കുന്നതിന് മുമ്പേ എനിക്ക് എന്ത് ചെയ്യണം? വര കടക്കണം. പൗലോസ് പറയുക, ഞാൻ പിടിച്ചുവെന്നോ നേടിയെന്നോ ഞാൻ എന്ത് ചെയ്യുന്നില്ല, കരുതുന്നില്ല. ആമേൻ. എങ്ങനെയെങ്കിലും അത് പിടിക്കാമോ എന്ന് വെച്ച് ഞാൻ ഓടുന്നതേ ഉള്ളൂ. അതിനെന്താ? പിമ്പിലുള്ളത് മറന്നിട്ട് എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഛേദമെന്നെണ്ണിക്കൊണ്ട് ഈ ഭൂമിയിൽ എനിക്ക് കിട്ടാവുന്ന എല്ലാ പ്രശംസകളെയും കൊടഞ്ഞെറിഞ്ഞിട്ട് എനിക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ ആഞ്ഞും കൊണ്ടോടുകയാണ്. പ്രൈസ് ഗോഡ്. ഇന്ന് രാത്രി നിനക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ദൈവ തേജസ്സിന്റെ ലക്ഷ്യത്തിലേക്ക്, പുത്രത്വത്തിന്റെ ലക്ഷ്യത്തിലേക്ക് ഓടാൻ സമർപ്പണമുള്ളവർ, അങ്ങനെ സമർപ്പിക്കുന്നവർ മാത്രം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ടെ. താങ്ക് യു ലോർഡ്. ആമേൻ. താങ്ക് യു ലോർഡ്. ആമേൻ. ജീസസ്. മാർഥാലറബോ ശാന്തരാദര റിഗലമൗധരസ്മന റഖൽമാന മൗറബ ശാന്തലദിഗരസന അത്തുരാദരക ചാലമർത്തുരീബരം ശബാർത്ഥനന്തുരാദലേ അർക്കുനബലഹദുരജല ദിഗർത്തുനാദരാഗ ശേഖറാഭ. ആമേൻ. കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. ആമേൻ. ഓടിയിട്ട് നഷ്ടപ്പെടാതിരിക്കേണ്ടവന്, പ്രതിഫലം വിരുദ്ധമൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടവന് നിന്റെ ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആമേൻ അഭിഷിക്തന്മാരോടൊപ്പം ചേർന്ന് പാടി ആരാധിക്കാം. ഇന്ന് രാത്രി എൻ്റെ ലക്ഷ്യം ഒരു ശരീര സൗഖ്യം അല്ല. അതൊക്കെ വെറും താഴെയാണ് ദൈവമക്കളെ, അതൊക്കെ നോർമലാണ്. ദൈവവേദനൻ്റെ അകത്ത് സൗഖ്യം കർത്താവ് വെച്ചിട്ടുണ്ട്. പക്ഷെ ദൈവം നിനക്കൊരു വലിയ പദ്ധതി വെച്ചിട്ടുണ്ട്, വലിയൊരു ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട്. ആ ഏകജാതനായ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുന്ന ലക്ഷ്യം, അതിലേക്കുള്ള ഓട്ടത്തിലാണ് ഇന്ന് രാത്രി. നമുക്കത് ഒരുമിച്ച് ഇന്ന് രാത്രി ഓടാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. റിമാമാ ശാന്തോറുഗാൽമനാസിയാര രേഖശേഖരിയാന്ധന ലിബാർദലബന ശാംധുരാഗദരശിഖരാബാധുനാസന ലേഖ്രോമൽ ബെരശേഥേലേരിയാന്ധന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദ് പ്രാപിക്കുന്നവരു മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുൻപോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നവരു മാത്രമല്ലയോ. ഓട്ടക്കളത്തിലോടുന്നോരനേകരെങ്കിലും വിരുദു പ്രാപിക്കുന്നവരും തള്ളി ലക്ഷ്യം നോക്കി ഏറെ മുൻപോട്ടോടി ഓട്ടം